ഞാൻ കുളത്തുവയലിൽ വർക്കിയച്ചൻ്റെ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. ആരംഭത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പരിമിതികൾ, ആ പരിമിതികൾ നമ്മുടെ ആത്മീയ അനുഭവത്തെ വളർത്തുമായിരുന്നു. പണ്ടുണ്ടായിരുന്നത് പോലെ ധ്യാന മന്ദിരങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഇപ്പം പോകുന്നില്ല. ഇപ്പോൾ കുറേ കൂടി ആഴപ്പെടാനുള്ള ഒരു പരിശ്രമം. ഞാൻ ഇടവക സന്ദർശനത്തിന് പോകുമ്പോൾ പ്രധാനമായി പരിഗണിക്കുന്നൊരു വിഷയമാണ്. ഒരു 120, 150 വീടുകളുള്ള ഒരു ഇടവകയിൽ ചെന്നാൽ അവിടെ 40 പേര് യുവജനങ്ങളെങ്കിലും 30 വയസ്സിൽ കഴിഞ്ഞവർ വിവാഹം കഴിക്കാത്തവരുണ്ട്. വിവാഹം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വിളിയാണ്, ജീവിതത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എവിടെ നിന്നെങ്കിലും വന്നു കയറുന്നതല്ല. വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് സ്വാഗതം. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ആഗമനത്തിൻ്റെ 2025 വാർഷികം പ്രമാണിച്ച് തിരുസഭ ആചരിക്കുന്ന വിശുദ്ധ വത്സരത്തോടനുബന്ധിച്ച് 3 വർഷമായി കേരള സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന നവീകരണ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പത്തനംതിട്ട രൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനിയാണ് ഇന്ന് നമ്മളുമായി ഈ ഹൃദയ സംവാദത്തിനെത്തുന്നത്. കഴിഞ്ഞ 6 വർഷമായി കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് വഴികാട്ടിയും മാർഗനിർദ്ദേശവും നൽകുന്നതിന് KCBC നിയോഗിക്കുന്ന കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു തിരുമേനി. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ, നവീകരണ ശുശ്രൂഷകളിലൂടെ തൻ്റെ ജീവിതത്തെ പടുത്തുയർത്തിയ ഒരു പുണ്യ വ്യക്തിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുമേനി നവീകരണ ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. വൈദികനായിരുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും അനുഭവിക്കുകയും അതനുഭവിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദൈവ ശുശ്രൂഷകനാണ് തിരുമേനി. അതുകൊണ്ട് നമുക്ക് നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സംവാദം ആരംഭിക്കാം. പിതാവേ, 1970കളിൽ ആരംഭിച്ച, കേരള സഭയിൽ ആരംഭിച്ച നവീകരണം കേരള സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി സഭ എന്നുള്ള നിലയിൽ സഭയുടെ കൂട്ടായ്മ അനുഭവം വളർത്തുന്നതിന് നവീകരണ പ്രസ്ഥാനം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത് വചനത്തോടുള്ള വലിയ താല്പര്യമാണ്. വചനമാണല്ലോ നമ്മെ മാനസാന്തരത്തിലേക്കും സമ്പൂർണമായ സമർപ്പണത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും കൂദാശാ ജീവിതത്തിൻ്റെ ഒരാഴമായ അനുഭവത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഭാവന എന്ന് പറയുന്നത് വചനത്തോടുള്ള വലിയൊരു ആഭിമുഖ്യം, ഒരു ദാഹം ഓരോ വിശ്വാസിയിലും വളർത്താൻ സഹായകമായി എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി കൂദാശാ ജീവിതം ഒരു ചടങ്ങ് പോലെ നടത്തിയിരുന്ന കുമ്പസാരങ്ങൾ, കുർബാനാനുഭവം, അതൊക്കെ യഥാർത്ഥത്തിൽ കൂടുതൽ അർത്ഥപൂർണമായി നടത്താൻ അത് സഹായകമായി. കുടുംബ ആത്മീയത വളർത്താൻ അത് സഹായകമായി. ആത്മായ പ്രേക്ഷിതരുടെ പങ്കാളിത്തം, അവരെ കണ്ടെത്താനും അവരെ ചേർത്ത് നിർത്താനും അവരെ പ്രേക്ഷിതരാക്കി മാറ്റാനും നൽകിയിട്ടുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വിവിധ ജോലികളിലായിരിക്കും. എംപ്ലോയീസ് ഫെലോഷിപ്പ് വരെ രൂപീകരിച്ചു. സഭയുടെ മിഷണറി മുഖം വളർത്തിയെടുക്കാൻ അത് സഹായകമായി. പ്രേക്ഷിതരുടെ കൂട്ടായ്മ, വിജാതീയ കൂട്ടായ്മകൾ വരെ രൂപപ്പെട്ടു. അങ്ങനെ സഭയിൽ ആകമാനം ഒരു ഉണർവുണ്ടാക്കാൻ അത് സഹായകമായി. ഈ ഉണർവാണോ കേരള സഭയെ ഒരു പക്ഷേ ഇന്ന് ആഗോള സഭയുടെ ഒരു പ്രതീക്ഷയാക്കി മാറ്റിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ വലിയൊരു അത്ഭുതമാണ്. 10,000 പങ്കെടുക്കുന്ന ധ്യാനകേന്ദ്രത്തിൽ ഓരോ ആഴ്ചയിലും 10, 20, 25,000 പേര് സംബന്ധിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ഒരു 100ഓളം ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടായി. എല്ലാം ആവശ്യമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചല്ല, പക്ഷേ ആ ഒരു ആവേശത്തിൽ ഓരോ സന്യാസ സമൂഹവും
പ്രാദേശിക സഭാ സമൂഹവും വചനത്തിൻ്റെ ഒരു വെളിച്ചം കിട്ടിയ പ്രേക്ഷിതരും പ്രഘോഷകരുമെല്ലാം ധ്യാനമന്ദിരങ്ങൾക്ക് രൂപം നൽകി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം, പ്രേക്ഷിത ദൗത്യത്തെപ്പറ്റിയുള്ള പ്രത്യേകമായൊരു ബോധ്യം, ആഗോള സുവിശേഷവൽക്കരണം എന്ന ഒരു ലക്ഷ്യം. അങ്ങനെ സഭയ്ക്ക് കേരളം വിട്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും നോക്കാൻ, അവിടെ നമുക്ക് നിറവേറ്റാനുള്ള ചില ദൗത്യമുണ്ട് എന്ന് ബോധ്യപ്പെടാനൊക്കെ അത് സഹായകമായി. അങ്ങനെ ദൗത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ അതേ വിദേശങ്ങളിലൊക്കെ ചെന്ന് പെട്ടതുകൊണ്ട് അവിടെ സുവിശേഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചാണോ? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അല്ല, തീർച്ചയായും ലോക സുവിശേഷവൽക്കരണം എന്ന ആ ഒരു വിഷയം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഈ നായിക്കമ്പറമ്പലച്ചൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഘോഷണങ്ങളിലും ആവർത്തിച്ചിരുന്ന ഒന്നാണ് ലോക മാനസാന്തരം, ലോക സുവിശേഷവൽക്കരണം. അതുകൊണ്ട് അതേ ഒരു നമ്പർ പറയും, 50,000 പേർക്ക് വേണ്ടി, അല്ലെങ്കിൽ 2 ലക്ഷം പേർക്ക് വേണ്ടി, 5 ലക്ഷം പേരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് ആ ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായകമായി. തീർച്ചയായും ഈ ഒരു ഉണർവ് വിവിധ പ്രദേശങ്ങളിൽ പാർക്കുന്ന മലയാളികൾ പ്രത്യേകിച്ചും ഇവരെ അങ്ങോട്ട് ക്ഷണിക്കാനിടയാകുകയാണ്. ആരംഭത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. അവിടെ അങ്ങനെയാണ് കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്ത് ധ്യാന കേന്ദ്രങ്ങളുണ്ടായി, സുവിശേഷ ശുശ്രൂഷകളുണ്ടായി. ആ ഒരു കാഴ്ചപ്പാട് വളർന്നു വരാനിടയായി. തീർച്ചയായും അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, സംശയം. ജെയിംസ് മഞ്ഞാക്കലച്ചനെ പോലെയുള്ളവർ വിദേശികൾക്ക് വേണ്ടി തന്നെ ലോകത്ത് പല സ്ഥലത്ത് ശുശ്രൂഷ. അതെ, അദ്ദേഹം വളരെയേറെ സഹനത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. ഈ നാട്ടിൽ തന്നെ എത്രമാത്രം ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഓരോ വിളിയുമാണ്. ഇപ്പോൾ ഒരു സഹനത്തിൻ്റെ പിൻബലത്തിൽ സുവിശേഷം പങ്കുവയ്ക്കാനിടയായി തീരുകയാണെങ്കിൽ അത് യാതൊരു സംശയം വേണ്ട, അത് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയം. പിതാവ്, പക്ഷേ ഈ ഏതാണ്ടൊരു 5 പതിറ്റാണ്ട് 50 പ്രവർത്തനം കൊണ്ട് ഈ കഴുകൻ്റെ കഥ നമ്മൾ പറയുന്ന പോലെ അത് പറന്ന് അതിൻ്റെ ചിറകുകൾക്ക് പറക്കാൻ മേലാത്ത അവസരമായി, ചുണ്ടുകൾക്ക് മൂർത്ത് അതിന് ഇരയെ കൊത്താൻ മേലാത്ത എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തിന് ഒരു നവീകരണം ആവശ്യമായ ഒരു കാലമായില്ലേ? തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാകുമ്പോൾ നിരന്തര നവീകരണമാണ്. വാസ്തവത്തിൽ നമ്മൾ എന്താണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? അപ്പോസ്തോലിക സഭയുടെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ നിന്നും ഉള്ള നവീകരണ അനുഭവം വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സഭ കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടു. ചില സന്ദർഭങ്ങളിൽ ജഡത ബാധിച്ചു. അങ്ങനെ നവീകരിക്കപ്പെട്ട ഒരു സഭാസമൂഹം ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു നവീകരണ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി. വീണ്ടും അതിൽ ചില മേഖലകളിൽ വീഴ്ചകൾ സംഭവിക്കാനിടയായി. വീണ്ടും നവീകരണം ആവശ്യം. അത് ഇപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണം ഈ 60 വർഷം അല്ലെങ്കിൽ 50 വർഷം കഴിയുമ്പോഴേക്കും അതൊരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. വലിയ വലിയ കൂറ്റൻ ധ്യാന മന്ദിരങ്ങൾ, അവിടുത്തെ നിയതമായ രൂപങ്ങൾ, പരിപാടികൾ, ഇതെല്ലാം അതായത് ഒരു 70കളിലുണ്ടായതുപോലെ 70കളിലെ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അന്ന് വളരെ ലാളിത്യം, അല്ലെങ്കിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇന്നെല്ലാത്തിനും ഒരു നിയതമായ രൂപവും അല്ലെങ്കിൽ സംവിധാനങ്ങളും എല്ലാം ആയതോടെ ആ അന്നത്തെ ഒരു അരൂപി, ഒരു ചൈതന്യം ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൽ തീർച്ചയായിട്ടും അത് കുറയാനിടയായത് അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. കാരണം ഞാൻ കുളത്തുവയലിൽ വർക്കിയച്ചൻ്റെ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. ആരംഭത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ പരിമിതികൾ നമ്മുടെ ആത്മീയ അനുഭവത്തെ വളർത്തുമായിരുന്നു. സ്വാഭാവികമായും അവർ ധ്യാനം നടത്തുന്നവരെന്ന് വിചാരിക്കും കുറേ കൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, വരുന്നവരെ ആളുകളെ സ്വീകരിക്കണം, അവർ ശുശ്രൂഷ കുറേ കൂടി മെച്ചപ്പെടുത്തണം. ആ ഒരു കാഴ്ചപ്പാടോടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എവിടെ പരിത്യാഗവും ക്ലേശങ്ങളും സഹനവും കൂടുന്നു അവിടെ കൃപ വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പക്ഷേ നമുക്ക് ഇന്നിപ്പം ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആദ്യത്തെ ഒരു അനുഭവം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ എത്തിച്ചേരുന്നുണ്ടോ? അത് പിന്നെ അതൊരു പക്ഷേ അതിൻ്റെ ദിശ മാറാൻ സമയമായി എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പണ്ടുണ്ടായിരുന്നത് പോലെ ധ്യാനമന്ദിരങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഇപ്പം പോകുന്നില്ല. ഇപ്പോൾ കുറേ കൂടി ആഴപ്പെടാനുള്ള ഒരു പരിശ്രമമാണ് ഒന്ന്. രണ്ടാമത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ അവർക്ക്
പ്രാദേശികമായി അതത് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രാർത്ഥനാ സങ്കേതങ്ങളും ഇതുപോലെയുള്ള സംവിധാനങ്ങളും ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലുണ്ടായിരുന്ന ആ ഒരു ആവേശം ഇന്ന് ഈ ധ്യാനമന്ദിരങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ പിതാവ് പറഞ്ഞതുപോലെ കാര്യം ചൂണ്ടിക്കാണിച്ച പോലെ ഈ 100ഓളം ധ്യാനകേന്ദ്രങ്ങളുണ്ടായി. 100ഓളം ധ്യാനകേന്ദ്രങ്ങളുണ്ടായതെല്ലാം ഒരു 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 ചിലതെങ്കിലുമൊക്കെ ഒരു മത്സര ബുദ്ധിയോടെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ വന്നാലേ അവിടെ ഇത് നടന്നു, ധ്യാനകേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു 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 പ്രചാരണ വേലകൾ നടക്കുന്നതായി ഒരു സംശയങ്ങളില്ലേ? അതിനെ സംബന്ധിച്ച് അതിനെ ഒരു നിഷേധാത്മകമായി കാണാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം അതിൻ്റെ പിൻപിലുള്ള പ്രവർത്തിച്ചവരുടെ ഒരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന വിഷയമായിരിക്കും. പക്ഷേ അങ്ങനെയായിരിക്കും അദ്ദേഹം അത് ആരംഭിക്കുമ്പോൾ നല്ല ഇൻറ്റൻഷനോടുകൂടി ആയിരിക്കും ആരംഭിച്ചത്. ഇത്തരം സംവിധാനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അതിനുള്ള പബ്ലിസിറ്റി സ്വാഭാവികമായും കൊടുക്കുന്നുണ്ടാവും. ഇത്രയും ധ്യാനമന്ദിരങ്ങൾക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇല്ല, കുറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ ആ സാധ്യത എന്താണ്? കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസും ആഴപ്പെടുത്താനും ആത്മീയതയിൽ ആഴപ്പെടുത്താനും ഒക്കെ പ്രേക്ഷിതരെ ട്രെയിൻ ചെയ്യാനും ബൈബിൾ ആഴത്തിൽ പഠിക്കാനും ഒക്കെയുള്ള പദ്ധതികളുമായി ഈ ധ്യാനമന്ദിരങ്ങൾ വേറൊരു ലെവലിലേക്ക് അത്തരത്തിലുള്ള സംരംഭം സഭ ചെയ്യുന്നുണ്ടോ ഇതിനുവേണ്ടി? ഈ ധ്യാനകേന്ദ്രം ഇപ്പം 100ഓളം ധ്യാനകേന്ദ്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു പ്രശ്നം ഒന്നാമത് സഭ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതാ പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് ചോദിക്കാം. അതെ, അത് പല ധ്യാനമന്ദിരങ്ങളിലും ഇപ്പം ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ധ്യാനങ്ങളുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നതിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പ്രേക്ഷിതരെ ഒരുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ട്. ചില കാരിസംസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ധ്യാനമന്ദിരങ്ങളുണ്ട്. പക്ഷേ ചില മന്ദിരങ്ങളിൽ നിർജ്ജീവമായ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ സാധ്യതകളും ഇന്നിപ്പം നമ്മൾ ഭൗതിക സൗകര്യം അനുസരിച്ച് കേരള സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ പൂർണ്ണമായും അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ ഈ ധ്യാനമന്ദിരങ്ങൾക്കെല്ലാം ഇപ്പോൾ സാധിക്കുന്നില്ല. ഈ ഇപ്പം പിതാവ് പറഞ്ഞു വിദേശത്തേക്കൊക്കെ ക്ഷണിച്ചുമൊക്കെ ആണ് പോയത്. പക്ഷേ വിദേശത്തേക്ക് പോയി ശുശ്രൂഷ നടത്താനുള്ള ഒരു താല്പര്യം ഭയങ്കര കൂടുതലാണ് കരിസ്മാറ്റിക്കാരുടെ ഇടയ്ക്ക് സമൂഹത്തിലൊരു ചിന്തയുണ്ട്. അത് പ്രഘോഷകരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ്. പിന്നെ എന്നെ തന്നെ പലരും ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല, 1-2 പ്രാവശ്യം പോയിട്ടുള്ളതേ ഉള്ളൂ. അവിടെ പോകുന്നതിൻ്റെ നമുക്കൊരു സുഖം മാത്രമല്ല, അത് വലിയ ക്ലേശകരമായ ഒരു കാര്യമാണ്. നാട്ടിൽ നടത്തുന്ന പലരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണ അതിങ്ങനെ പൈസ പിരിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ്. നാട്ടിൽ നടത്തുന്ന ശുശ്രൂഷകൾ ആണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായി നടത്താൻ സാധിക്കുന്നത്. പക്ഷേ വളരെ ദാഹത്തോടെ അതിനുവേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളുടെ യുവജനങ്ങളൊക്കെ പ്രത്യേകിച്ചും യുവജനങ്ങൾ മാത്രമല്ല, അവരോടൊപ്പം കുടുംബങ്ങളും വിദേശങ്ങളിൽ കുടിയേറുകയാണ്. അവരുടെ ആത്മീയമായ കാര്യങ്ങളെ പിന്തുടർന്ന് ഇത്രയും ഒരു ആൾക്കൂട്ടം അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് ആവശ്യമാകുന്ന ആ ഒരു പിൻബലം നൽകാൻ ഉള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അപ്പം അതിനോട് തീർച്ചയായും അങ്ങനെയുള്ള പ്രലോഭനം, വിദേശത്ത് പോവുക, വിദേശത്ത് പോയി പ്രഘോഷണം നടത്തുക, അങ്ങനെയുള്ളൊരു ആവേശം ആരംഭത്തിലൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമായും ഉണ്ടാകാം. അതൊരു വലിയ തെറ്റായി നമ്മളിപ്പം കാണേണ്ടതില്ല. പക്ഷേ അതിന് അധികം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. സമൂഹത്തിൽ വരുന്ന ചില സംശയങ്ങളെക്കുറിച്ച് ഞാൻ പ്രധാനോട് ചോദിക്കുന്നില്ല. എനിക്ക് അതിനകത്ത് തെറ്റാന്ന് കാരണം എനിക്കറിയാം. ഇപ്പം നായിക്കമർമ്മിലൊക്കെയാണ് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ 10-30 ദിവസമൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു ഇൻവിറ്റേഷൻ വന്നാൽ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടല്ല. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ചില സംശയങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, പിതാവ് പറഞ്ഞ പോലെ ഈ കരിസ്മാറ്റിക് നവീകരണം നമ്മുടെ സമൂഹത്തിൽ അല്ലെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്ന നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു വിശ്വാസദാർഢ്യം, അല്ലെങ്കിൽ ഒരു സമുദായ ബോധം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ മനോഭാവം, അതൊക്കെ കുറഞ്ഞു വരികയല്ലേ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി സമൂഹത്തിനകത്ത്? അതിപ്പോൾ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ആധുനിക സംസ്കാരത്തിനും പറ്റിയ വലിയൊരു വേലിയേറ്റമാണ്, വലിയൊരു പ്രളയമാണ് വസ്തുണ്ടായിരിക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു മുന്നേറ്റം ഇല്ലായിരുന്നു, ഈ വചനത്തോട് ഇത്രയും താല്പര്യമില്ലായിരുന്നു, ഈ കൂദാശാ ജീവിതത്തോട് ഇത്രയും ആ ഒരു ആഭിമുഖ്യം വളർത്തിയിരുന്നില്ല എങ്കിൽ ഇത് മുഴുവനും കടവഴുകി പോയി. ആ രീതിയിലൊരു സംരക്ഷണം നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നമുക്കറിയാം, നമ്മളുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു സഭാബോധമോ, എൻ്റെ സഭ എന്നൊരു വികാരം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആത്മീയത, അത് എല്ലാ തലങ്ങളിലും നമുക്കത് ആ ഒരു വികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമുദായത്തെ പറ്റിയുള്ള ഒരു ബോധം എങ്ങനെയായാലും, കാരണം അവരുടെ പ്രയോറിറ്റികളൊക്കെ മാറി, മുൻഗണനകളൊക്കെ മാറി. പഴയ കാലത്തൊക്കെ ദൈവം
ഒരു ദൈവം കേന്ദ്രീകരിച്ച് ദൈവം തമ്പുരാൻ കാണും എന്നുള്ളൊരു ഭയം എല്ലാ കാര്യത്തിലും ജനങ്ങൾക്കുണ്ടായിരുന്നു. പൊതുജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും. ഇപ്പം എനിക്കെന്ത് നേട്ടം കിട്ടും എന്നുള്ളൊരിലേക്ക് ഞാൻ കേന്ദ്രീകൃതമായിട്ട് സമൂഹം മാറുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഈ സഭ മാറുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സഭ എന്നുള്ള ഞാൻ പറഞ്ഞതേ അത് സഭ എവിടെയാണ്? കുടുംബത്തിലാണ്. കുടുംബസഭയിലുണ്ടാകുന്ന ഗാർഹിക സഭയിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത്. നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന അവസരം മുതലേ നമുക്ക് പരിശീലനം നൽകി തുടങ്ങിയതാണ് മാതാപിതാക്കൾ. അതിനുവേണ്ടി അവർ ഒരുങ്ങി, ആത്മീയമായി ഒരുങ്ങി. ചിലപ്പോൾ നോമ്പ് നോറ്റിരുന്നാണ് നമ്മളൊക്കെ ഉരുവായത് തന്നെ. അന്ന് മുതൽ വീട്ടിലെ ആത്മീയമായൊരു അന്തരീക്ഷമുണ്ട്, അവിടെ നിലനിൽക്കുന്ന മുൻഗണനകളുണ്ട്, പിറന്നു വീഴുന്ന അവസരം മുതൽ നമുക്ക് നൽകുന്ന ആത്മീയമായൊരു പോഷണമുണ്ട്. ആ ഒരു അന്തരീക്ഷവും നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഇല്ല. അതാണ് പ്രശ്നം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. അത് വളരെ 1970-കളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വചനദാഹം പോലും ഇന്ന് നമുക്കുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും അന്നൊക്കെ ഒരു കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയ കാലത്തൊക്കെ കരിസ്മാറ്റിക് ഇപ്പോൾ വചനോത്സവമൊക്കെ അതൊക്കെ വായിക്കാൻ കാണിച്ചിരുന്ന ഒരു താല്പര്യം ഇന്നിപ്പം ആ താല്പര്യമൊന്നും നമ്മുടെ സമൂഹത്തിൽ പോലും കാണുന്നില്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം പിതാവൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്ന 2022 മുതൽ 2025 വരെയുള്ള കേരള സഭയുടെ നവീകരണ ആ ത്രിവത്സര പദ്ധതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? കൊടുത്തിട്ടുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നവീകരണ പദ്ധതി KCBC പ്രാർത്ഥനാപൂർവ്വം വളരെ ഗൗരവമായി എടുത്ത് ആലോചിച്ച് നടപ്പിലാക്കാൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ 2022 മുഴുവനും മാറ്റിവെച്ചത് ശ്രവണത്തിനാണ്. മറ്റുള്ളവരെ ശ്രവിക്കാൻ. നമുക്കെല്ലാത്തിനും ഉത്തരവില്ല. ഈ സിനഡാലിറ്റി എന്ന് പറയുന്ന സഭയുടെ സിനഡൽ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ മാർപ്പാപ്പ പറയുന്നത്. ഇത് നമ്മൾ ആലോചിക്കുന്ന ചിലരുണ്ടല്ലോ, എപ്പോഴും നാം കേൾക്കാൻ ആഗ്രഹിക്കുകയും എപ്പോഴും കേൾക്കുകയും ചെയ്യുന്ന ഒരു ആലോചനാ സമിതിക്ക് അപ്പുറത്ത് ഓരോ വിശ്വാസിയിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ വിവിധ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചത് 24 ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് കേട്ടു. അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ആളുകളെ മാത്രമല്ല, നമ്മുടെ സഭ വിമർശിക്കുന്നവരെ, അക്രൈസ്തവർ, യുവജനങ്ങൾ, സ്ത്രീകൾ, ഇപ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു സമിതി, അവരുടെ ഒരു ആലോചനാ സമിതി ഒന്നിച്ചു കൂട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അവർ പറയും. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ തന്നെ പറയും. അങ്ങനെയുള്ള ഒരു ശ്രവണമായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ തീർച്ചയായും പരിശുദ്ധ പിതാവിൻ്റെ സിനഡാലിറ്റിയെ സംബന്ധിച്ചുള്ള ആ ഒരു പഠനവും ആ ഒരു കാഴ്ചപ്പാടും കേരള സഭയിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നവീകരണം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് തന്നെ. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ, എല്ലാവരും പരിഗണിക്കപ്പെടുന്ന, എല്ലാവരും ശ്രവിക്കപ്പെടുന്ന, എല്ലാവർക്കും വാസ്തവത്തിൽ അവർക്ക് ശ്രദ്ധ കിട്ടുന്ന, പങ്കാളിത്തമുള്ള, എല്ലാവർക്കും സാക്ഷ്യം നൽകാൻ സാധിക്കുന്ന ഒരു സഭാ സമൂഹമായി ഈ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ വെച്ചത് കൂട്ടായ്മ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബന്ധങ്ങൾ, ഈ അനുരഞ്ജനത്തിൻ്റെ ഒരു തലം വരും. ബന്ധങ്ങൾ ഇപ്പം നമ്മളെ പിതാക്കന്മാർ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ആദ്യം നമ്മളിലാണ് ആരംഭിക്കേണ്ടത്. നമ്മളിതുവരെ ഒരുപക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നത് താഴെയാണ് മാറ്റം വരേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മെത്രാന്മാർ പറഞ്ഞു നമ്മൾ അജപാലകർ എന്നുള്ള നിലയിൽ നമ്മളിലാണ് മാറ്റം വരേണ്ടത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അതെ, നമ്മളിലാണ് മാറ്റം വരേണ്ടത്. അപ്പം നമ്മളുടെ പരസ്പരമുള്ള ബന്ധം, മെത്രാന്മാരും വൈദികരും തമ്മിലുള്ള ബന്ധം, വൈദികർ തമ്മിലുള്ള ബന്ധം, വൈദികരും അജഗണവും തമ്മിലുള്ള ബന്ധം, വൈദികരും മെത്രാന്മാരും സന്യസ്തരും തമ്മിലുള്ള ബന്ധം, അങ്ങനെ മറ്റേ സഭാ സമൂഹങ്ങളോടുള്ള ബന്ധം, ഇതര മതങ്ങളോടുള്ള ബന്ധം, ആ ഒരു ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാനും ആ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ശരിയാക്കാനും അവിടെ അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തേണ്ട നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഇപ്പോൾ സ്ഥാപനവൽക്കരണത്തെപ്പറ്റി പ്രസാദ് സാർ തന്നെ പറഞ്ഞു. വേറൊരു കാര്യം, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ കേരള സഭയുടെ ഒരു ചിന്ത നോക്കിയാൽ നമ്മുടെ കുടുംബങ്ങൾ വിജനമാകുന്നൊരു സാഹചര്യം അതിൻ്റെ കുടുംബങ്ങൾ നമ്മുടെ മരണനിരക്കിനേക്കാൾ
വളരെ കുറഞ്ഞ ജനനനിരക്കാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾ വിസമ്മതിക്കുന്നു. ഇപ്പം കുഞ്ഞുങ്ങളെ വളർത്താൻ ശേഷിയുള്ളൂ. പണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ശേഷിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളിൽ പലരുമൊക്കെ ലോകത്തേക്ക് വരാനിടയത്. അല്ലെങ്കിൽ ഇപ്പം വളർത്താൻ അവരുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ പറ്റുമോ, ഇന്നത്തെ ആൾക്കാർ നോക്കുന്നവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു മനോഭാവം വന്നിരിക്കുന്നു. ഇപ്പം അത് മാത്രം അപ്പം അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇപ്പം അവരുടെ ജോലിയുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ തിരക്കുകളൊക്കെ പോലും കുഞ്ഞുങ്ങളുണ്ടായ അവർക്ക് ആളെ ശുശ്രൂഷിക്കാനും നോക്കാനും ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്, ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ പോലും പലപ്പോഴും വിവാഹം കഴിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രത്തിൻ്റെ ഈ പലതരത്തിലുള്ള നിയമങ്ങൾ മൂലം അവർ മടിക്കുന്നു. അതുമാത്രമല്ല, മടിക്കാത്തവർ പോലും ഈ പറഞ്ഞ പോലെ അവർക്കതിന് സാധിക്കുന്നില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പം കേരളത്തിലെ രൂപതകൾ, എനിക്കന്ന് KCBC തന്നെ കണക്കെടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ജാഗ്രതാ കമ്മീഷൻ, അതിനകത്ത് ഏതാണ്ട് 50,000-50,000 പേര് വിവാഹപ്രായമെത്തിയ വിവാഹം കഴിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ആൾക്കാരുടെ വിവാഹം നടക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു കുടുംബപരമായ പ്രതിസന്ധി. പിതാവ് പറഞ്ഞ എല്ലാം ആരംഭിക്കുന്ന കുടുംബത്തിൽ അമ്മയുടെ ഉദരത്തിൽ മുതലാണെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ ഈ കുടുംബം എന്ന സ്ഥാപനം, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം എന്നുള്ള സ്ഥാപനം, പൗരോഹിത്യം പോലെയുള്ള ഒരു ദൈവവിളി, അത് സ്വീകരിക്കാൻ നമ്മുടെ യുവാക്കൾ കാണിക്കുന്ന മടി, ഇതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വലിയൊരു പ്രശ്നമായും നമ്മളെ ആകുലപ്പെടുന്ന വിഷയമായും വളർന്നു. നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. ഏറ്റവും വലിയ ഇന്ന് കേരളത്തിലെ സഭ, പ്രത്യേകിച്ചും ലോകസഭയും നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിലെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള സഭയിലെ ഒരു വംശനാശം എന്ന വണ്ണം നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണിത്. അതിന് പരിഹാരം തേടി നമ്മളിപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ മുൻഗണനകളിൽ വരുന്ന മാറ്റമാണത്. അത് സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഭാരതത്തിൽ എന്താണ്, ഈ ഭ്രൂണഹത്യയ്ക്ക് നിയമം പ്രാബല്യം നൽകി. അപ്പോൾ ഇത് നമ്മൾ വാക്കുകളിലൂടെ മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്യത്തിലൂടെയും മറ്റു രീതിയിലൂടെയും. ഇപ്പോൾ എന്താണ് കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ തലമുറയിലൊക്കെ ആയാലും അന്നത്തെ കാലത്തൊക്കെ ഈ വിവാഹം കഴിക്കുമ്പം നിയന്ത്രിച്ചു വേണം കുഞ്ഞുങ്ങളെന്നുള്ളൊരു പ്രബോധനം സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ പിള്ളേരെ സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു, അതായത് കുഞ്ഞുങ്ങളൊരു സമ്പത്താണെന്നുള്ള അല്ലെങ്കിൽ അവരൊരു ദൈവാനുഗ്രഹമാണെന്നുള്ളൊരു കാര്യമൊക്കെ സഭയ്ക്ക് മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഇടക്കാലത്തുണ്ടായ ഒരു ദീർഘവീക്ഷണം. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതെ തീർച്ചയായും. അതുകൊണ്ട് ഈ ഭവനങ്ങൾ ഇപ്പം ഇതൊരു റിയാലിറ്റിയാണെന്ന് പറയുന്ന സംശയമില്ല. നമുക്ക് പത്തനംതിട്ട രൂപതയെ സംബന്ധിച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇടവക സന്ദർശനത്തിന് പോകുമ്പോൾ പ്രധാനമായി പരിഗണിക്കുന്നൊരു വിഷയമാണ്. ഒരു 120-150 വീടുകളുള്ള ഒരു ഇടവകയിൽ ചെന്നാൽ അവിടെ 40 പേര് യുവജനങ്ങളെങ്കിലും 30 വയസ്സിൽ കഴിഞ്ഞവർ വിവാഹം കഴിക്കാത്തവരുണ്ട്. അപ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും അത് വല്ലാത്തൊരു തലതിരിവാണ്. അതിന് നമ്മളെല്ലാം ഉത്തരവാദികൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജീസസ് യൂത്തിലൊക്കെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ജീസസ് യൂത്തിൻ്റെമായി ഇടപെടാനും അവരുമായി എത്രയോ കാലമായി, എത്ര പതിറ്റാണ്ടുമായി ഇടപെടാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ, അവരുടെ കുടുംബങ്ങളിൽ 5, 6, 7 മക്കൾ. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ദമ്പതികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ആത്മീയമായ സ്പർശനം വേണം. ഒന്ന്. രണ്ടാമത്, വിവാഹമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വിളിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, എവിടുന്നെങ്കിലും വന്നു കയറുന്നതല്ല എന്നുള്ള ഒരു വിചാരത്തോടെ, ഈ ഒരു വിളി ദൈവവിളി എന്ന ബോധ്യത്തോടെ അതിനുവേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഈ യുവജനങ്ങൾ അവരുടെ നല്ല വിവാഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മതബോധനത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മതബോധനത്തിൽ അതാണ് നമ്മുടെ ഈ ചർച്ചകളിലെല്ലാം വരുന്നതും ഈ നവീകരണത്തിൽ ഏറ്റവും അധികം മാറ്റം വരേണ്ടതുമായ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ പരിശീലനത്തിലുണ്ടാകുന്ന മാറ്റമാണ്. വിശ്വാസ പരിശീലനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരണം. നമ്മൾ ഇത്രയൊക്കെ പഠിപ്പിച്ചു വിടുന്നു. ഈ പഠിപ്പിച്ച് വിട്ടിട്ട് നമുക്ക് ഓടിച്ചിട്ട് പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ക്ലാസ് ഇരുത്തി പരീക്ഷയ്ക്ക് മാർക്ക് കൊടുത്ത് വിടുക എന്നുള്ളതല്ലാതെ വിശ്വാസത്തിൽ എന്തെങ്കിലും പരിശീലനമോ വളർച്ചയോ ഈ സ്വാഭാവികമായി ഇവരിൽ സംഭവിക്കുന്നില്ല. ചെറിയൊരു ശതമാനത്തിൽ പക്ഷേ മാറ്റം ഉണ്ടാകുന്നില്ല. അത്
വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമില്ല, നമുക്ക് പഠിപ്പിക്കുന്നവർ വേണ്ട ഗൗരവം എടുക്കുന്നില്ല, സഭ എന്ന് പറയുന്നൊരു ഇടവകയോ അച്ഛന്മാരോ ഒക്കെ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മളുടെ പഠിപ്പിക്കുന്ന രീതികളിലും ആ സിലബസുകളിലും ഉണ്ടാവുള്ള വ്യത്യാസം. ഇത്രയും സമയം തിരുസഭയെക്കുറിച്ച് വളരെ ഹൃദയം തുറന്ന് സംസാരിച്ച പിതാവിന് നന്ദി. ഇനിയുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ പിതാവിൽ നിന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കും. പിതാവേ, നന്ദി.